അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. ഞാൻ വൈദ്യരത്നം സി ജമാലുദ്ദീൻ മൗലവി. ഞാൻ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഞാൻ ഇത്തരം വീഡിയോകളുമായി വരാത്ത ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി വരാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുറെ ദിവസങ്ങളായി നാം കാണുന്ന വാർത്തകളുണ്ട്. ഒരു മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ വഖഫ് സ്വത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വഖഫിന്റെ സ്വത്ത് അധീനതയിലായിരുന്നോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടെന്നോ അല്ലെങ്കിൽ തിരിച്ചു കിട്ടണമെന്നുള്ള വാദമല്ല എനിക്കുള്ളത്. അതെല്ലാം അതിന്റെ നിയമപരമായി നടക്കട്ടെ. ഒരാളെയും കുടിയിറക്കുന്ന ഒരു നിലപാടിനോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. 10, 60, 70, 80 വർഷമായി ഒരു സ്ഥലത്ത് വില കൊടുത്ത വെച്ച് ഭൂമിയിൽ താമസിക്കുന്ന വ്യക്തികളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് തീർത്തും നെറികേടാണ്. അതാര് ചെയ്താലും അതിലൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിലേക്കല്ല എന്റെ വിഷയം വരുന്നത്. ഈ വഖഫ് മുനമ്പം വിഷയത്തിൽ നാം വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമായിരിക്കുകയാണ്. കേരളം എന്ന് പറയുന്ന സാംസ്കാരികമായ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനം. വർഗീയ കലാപങ്ങൾ പേരെടുത്ത് പറയാൻ കഴിയാത്ത കലാപങ്ങൾ, എന്നാൽ ഒറ്റപ്പെട്ട ചില കലാപങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യവും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എനിക്കിത് ഈ എന്റെ പ്രേക്ഷകരായ ആളോട് പറയാനുള്ളത്, ഈ വഖഫ് വിഷയത്തിൽ ചില ആട്ടിൻതോലിട്ട ചെന്നായികൾ രംഗപ്രവേശം ചെയ്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഒരു സമുദായത്തെയും ഒരു വിഭാഗത്തെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഒരു വർഗീയ കലാപത്തിനും വർഗീയ ചേരിതിരിവിനുമുള്ള ആസൂത്രിതമായ വളരെ പ്ലാനിങ്ങോട് കൂടിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ആ കാഴ്ചവെക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ദുഃഖകരമാണ്. കാരണം ഒരു സമുദായത്തെ പ്രീതിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ഭീതിപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സമീപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വഖഫിന്റെ ഭൂമി മാത്രമല്ല, ദേവസ്വത്തിന്റെ ഭൂമിയും പലരും കൈയടക്കിയ ചരിത്രമുണ്ട്. രേഖകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികളായ സഹോദരന്മാരോട് പറയാനുള്ളത്, കാനോൻ നിയമത്തിൽ വെച്ചുകൊണ്ടാണ്, കാനോൻ നിയമം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് പറയാനുണ്ടാവും. കാരണം ഇന്ന് കാണുന്ന നിങ്ങളെല്ലാം അധീനതയിലുള്ള നിങ്ങളുടെ സഭാ നേതൃത്വത്തിന്റെ കീഴിലുള്ള ഒരുപാട് ആതുര സേവനാലയങ്ങൾ, ഒരുപാട് കോളേജുകൾ, ഈ കോളേജുകളും ആതുര സേവനാലയങ്ങളുമെല്ലാം ആര് നിങ്ങൾക്ക് ദാനം നൽകിയതാ? ആരാണ് നിങ്ങൾക്ക് നൽകിയിട്ട് പോയത്? ഈ രാജ്യത്ത് ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് നിങ്ങൾക്ക് ദാനമായി നൽകിയതാ. ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് ദാനമായി നൽകിയ ബ്രിട്ടനിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു സംഘടനകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ, ഏതെങ്കിലും വ്യക്തികൾ ഈ സ്വത്തുക്കളെല്ലാം തന്നെ ഗവൺമെന്റിന്റെ അധീനതയിലാക്കണമെന്നോ അതിൽ പൊതുസ്വത്തായി പ്രഖ്യാപിക്കണമെന്നോ ഇന്നാരും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ, പ്രിയമുള്ള ക്രൈസ്തവ സഹോദരന്മാരെ ആളുകൾ, എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, മതസഹിഷ്ണുതയുടെ ഭാഗമായി നാം ഒരിക്കലും ഒരു വർഗീയ ചേരിതിരിവിലേക്ക് പോകാതെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ കേൾക്കുന്ന സർക്കാരിനോട് പറയാനുള്ളത്, സർക്കാർ പ്രതിനിധികളോട് പറയാനുള്ളത്, രാഷ്ട്രീയ പാർട്ടികളോട് പറയാനുള്ളത്, ഈ രാജ്യത്തെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെ നിലകൊള്ളുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ശക്തമായ രീതിയിൽ ഉടനടി ഇതിന് പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ വളരെ അതിവിദൂരമല്ലാത്ത വിധത്തിൽ നമ്മുടെ സംസ്ഥാനം, നമ്മളെല്ലാം മനോഹരതി എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്ന, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന അവകാശവാദം ഉന്നയിക്കുന്ന നമ്മുടെ നാട് വർഗീയ കലാപത്തിന്റെ ഒരു കേന്ദ്രമായി മാറാൻ അത് വിദൂരമല്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയുക. ഇതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. കുറെയെല്ലാം എനിക്ക് പറയാനുണ്ട്, കുറെ എഡിറ്റ് ചെയ്ത് വീഡിയോ കേട്ടാനുണ്ട്. അതൊന്നും ഞാൻ കിടക്കുന്നില്ല. വേണ്ടി പറഞ്ഞ അതിലേക്ക് അടുത്ത വീഡിയോ ഞാൻ വരാം. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണ്ടത് സമാധാനമാണ്, നമുക്ക് വേണ്ടത് സാഹോദര്യമാണ്, നമുക്ക് വേണ്ടത് ഐക്യമാണ്. നമ്മുടെ സംസ്ഥാനം, കേരളീയ സമൂഹം, മലയാളി സമൂഹം നാം ഒത്തൊരുമയോടുകൂടി ജീവിച്ചൊരു കാലമുണ്ട്. ആ കാലഘട്ടം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട്, പ്രിയമുള്ള, എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ബഹുമാനിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് വികാരി അച്ഛന്മാരുണ്ട്, പള്ളിമേടയിലിരിക്കുന്ന പിതാക്കന്മാരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സമുദായത്തെ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനം മാറ്റിക്കൊണ്ട് ഇതൊരു സമാധാനത്തിന് സന്ദേശമായിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി എല്ലാവരും മുന്നിട്ട് വന്ന് പ്രശ്നം പരിഹരിക്കപ്പെടണം. അതല്ല എങ്കിൽ വലിയൊരു വിപത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതൊരു സംശയം വേണ്ട. അതിന്റെ പിന്നിൽ വളരെ ആസൂത്രിതമായ പദ്ധതികൾ നടക്കുകയാണ്.
പ്രിയമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം നിങ്ങളെ ഞാൻ ഓർപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരിക്കലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഫാസിസ്റ്റ് ശക്തികളും നിങ്ങളെ നന്നാക്കാനോ നിങ്ങളെ അനുകൂലിച്ച് നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്നവരല്ല. സത്യം തിരിച്ചറിയണം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ മണിപ്പൂരിൽ നടന്ന കലാപത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എത്ര സഹോദരങ്ങൾ, എത്ര സഹോദരിമാർ അതിക്രൂരമായ രീതിയിലുള്ള ബലാത്സംഗത്തിനും അതിക്രൂരമായ രീതിയിലുള്ള അക്രമത്തിനും ഇരയായിട്ടും നാളിതുവരെ പ്രതികരണശേഷിയില്ലാതെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങളെ പിന്താങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് സഹായ വക്താനമായി കടന്നു വരുന്നത്. ആട്ടിൻ തോലിട്ട ചെന്നായകൾ കടന്നു വരുമ്പോൾ നാം സൂക്ഷിക്കുക. നമ്മുടെ നാട് ഒരു വലിയൊരാപത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകബുദ്ധിയോടുകൂടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.